ലോറൻസ് ഹാഫ്-ഷെയ്ഡ് പൊളാരിമീറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എസ് ആയിട്ട് വരുന്നതാണ്. A polarimeter an instrument used for determining the optical rotation of solution. ഒരു സൊല്യൂഷൻ്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൊളാരിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. വെൻ യൂസ്ഡ് ഫോർ ഡിറ്റർമിൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ എ സൊല്യൂഷൻ, ഷുഗർ കോൺസെൻട്രേഷൻ, ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം പൊളാരിമീറ്ററിനെ നമ്മൾ സ്പെഷ്യലായിട്ട് വിളിക്കുന്ന പേരാണ് സക്കാരിമീറ്റർ. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുക. എന്തൊക്കെയുള്ളത്? ഒരു ലെൻസ് ഉണ്ട്, പോളറൈസറായിട്ട് N1 പോളറൈസർ, എല്ലാണ് അത് പോളറൈസർ. പിന്നെ എന്താണ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. ദെൻ നമ്മുടെ സൊല്യൂഷൻസ് വെക്കാനുള്ളൊരു ഗ്ലാസ് ട്യൂബ്, അതിലാണ് സൊല്യൂഷൻസ് വെക്കുന്നത്. പിന്നെ നിക്കോൾ പ്രിസം സെക്കൻഡ്, അത് നമ്മൾ അനലൈസറായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ടെലസ്കോപ്പിലൂടെ അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ടെലസ്കോപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ടൊരു ആംഗിൾ മെഷർ ചെയ്യുന്ന ഡിവൈസ് കൂടിയുണ്ട്, നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കുകയാണെങ്കിൽ ദ പൊളാരിമീറ്റർ കൺസിസ്റ്റ് ഓഫ് കോൺവെക്സ് ലെൻസ് L, എ നിക്കോൾ പ്രിസം N1, അത് നമ്മൾ പോളറൈസർ എന്ന് പറയും. എ ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്സ്, അതാണ് ഇത്, ഈ പ്ലേറ്റ്സ്. ഇനി ഗ്ലാസ് ട്യൂബ് G, അതിലാണ് നമ്മൾ സൊല്യൂഷൻസ് പുട്ട് ചെയ്യുന്നത്. അടുത്തതാണ് അനലൈസറായിട്ട് നിക്കോൾ പ്രിസം N2, പിന്നെ ഐ പീസ് മെഷർ ചെയ്യാൻ വേണ്ടി അറേഞ്ച് റെസ്റ്റോറൻറ്റ് ഫിഗർ, ഇങ്ങനെ ക്രമമായിട്ടാണ്. ഇതിൽ ജസ്റ്റ് ഈ ലൈറ്റ് ഇങ്ങനെയാണ്, നമ്മളതിൻ്റെ പോളറൈസേഷൻ സ്റ്റേറ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എസ്സേറ്റ് എഴുതുമ്പോൾ ഈ സ്റ്റേറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാർക്ക് ചെയ്യണമെന്നില്ല നമ്മൾ ഇതിൻ്റെ മാറ്റങ്ങൾ. ഇനി ഈ ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ഫോർ അക്യുറേറ്റ്ലി അഡ്ജസ്റ്റിംഗ് ദ ടു നിക്കോൾ പ്രിസം ഫോർ ക്ലോസ്ഡ് പൊസിഷൻ. 90 ഡിഗ്രിയിൽ അനലൈസറും പോളറൈസറും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് വെക്കുന്നത്. ഹാഫ് ഷെയ്ഡ് പ്ലേറ്റിൻ്റെ പ്രത്യേകത പ്രവർത്തനം നമ്മൾ നെക്സ്റ്റ് സെക്ഷനായിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഇനി ദ അനലൈസർ നിക്കോൾ പ്രിസം ക്യാൻ ബി റൊട്ടേറ്റഡ് ആൻഡ് ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ക്യാൻ ബി മെഷേർഡ് ഫ്രം ദി സർക്കുലർ സ്കെയിൽ അറ്റാച്ച്ഡ് ടു. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോളറൈസർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പോളറൈസർ ആണത്, T അല്ല, L ആണ് പോളറൈസർ. ഇവിടെ നമുക്ക് ഈ N2, അതാണ് അനലൈസർ. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ടെലസ്കോപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഒരു സർക്കുലർ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇതാണ് നമ്മളെ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ആംഗിൾ ഇതിലൂടെ നോക്കിക്കാണ്ട് അത് ഫിക്സ് ചെയ്യും. പിന്നെ നമ്മളത് ക്രോസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആംഗിളിൽ എത്ര റൊട്ടേറ്റ് ചെയ്യുന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്കെയിലുള്ള മാറ്റം. എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് നോക്കൂ. നമ്മളൊരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് S ആണ് നമ്മളവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. L നിന്ന് ഈ ലൈറ്റ് എന്ത് ചെയ്യും? മോണോക്രോമാറ്റിക് സോഴ്സിൽ നിന്ന് പാരലൽ റേസ് ആയിട്ട് നമുക്ക് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മൾ പോളറൈസറിലൂടെ പാസ് ചെയ്യുമ്പോൾ പ്ലെയിൻ പോളറൈസർ ലൈറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പോളറൈസർ ലൈറ്റ് നമ്മൾ ഹാഫ് ഷെയ്ഡ് പ്ലേറ്റിലൂടെ കടത്തിവിടും, ഗ്ലാസ് ട്യൂബിലൂടെ കടത്തിവിടും, എന്നിട്ട് അനലൈസറിലൂടെ കടത്തിവിടും. ഫൈനൽ ഇമേജ് നമ്മൾ ടെലസ്കോപ്പിലൂടെ കാണുകയും ചെയ്യും. ഇനി ലുക്കിംഗ് ത്രൂ ദ ഐ പീസ്, ദ അനലൈസർ ഈസ് റൊട്ടേറ്റഡ് അണ്ടിൽ ബോത്ത് ഹാഫ് ഓഫ് ദ ഹാഫ് ഷെയ്ഡ് ആർ ഈക്വലി ഡാർക്ക്. ഈ ഇതിൻ്റെ പകുതിയും നമ്മൾ ഹാഫ് ഷെയ്ഡിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആ ഹാഫ് ഷെയ്ഡിൻ്റെ പകുതിയും ഒരേ ഇൻറ്റൻസിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കും. റൊട്ടേറ്റ് ചെയ്തിട്ട് ഡാർക്ക് ആവുന്ന രൂപത്തിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഇനി റീഡിങ് സർക്കുലർ സ്കെയിൽ θ1 എന്ന് മാർക്ക് ചെയ്യും. അങ്ങനെ രണ്ടും ഒരേ ഡാർക്കിലേക്ക് എത്തിയതിന് ശേഷമുള്ള ആംഗിൾ ഇവിടെ θ1 എന്ന് നമ്മൾ ഈ ആംഗിൾ മാർക്ക് ചെയ്യും. അപ്പോൾ വെച്ചാൽ സ്പെസിഫിക് വാല്യൂസ് നമ്മൾ വെക്കും. അറ്റ് ദിസ് പൊസിഷൻ 2 പ്രിസം ആർ ക്ലോസ്ഡ്. 90 ഡിഗ്രി ആയിരിക്കും, അപ്പോഴാണ് രണ്ടും ഡാർക്ക് ആവുക. ഇനി ഗ്ലാസ് ട്യൂബിൽ നമ്മൾ സൊല്യൂഷൻസ് നമ്മൾ ഫില്ല് ചെയ്യും. എന്തിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ ആണോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് അത് നമ്മൾ ഫില്ല് ചെയ്യാം. വെൻ വ്യൂഡ് ത്രൂ ദ ഐ പീസിലൂടെ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ടു ഹാഫ്സ് എന്ന് പറയുന്നതാണ് ലോറൻസ് ഹാഫ് ഷെയ്ഡ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോഡ്സ് ആയിരിക്കും, ഗ്ലാസ് ആയിരിക്കും. ഇതാണ് നമ്മൾ അവിടെ ഹാഫ് പ്ലേറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ പകുതി ACB എന്ന് പറയുന്നത് എന്താ? ലോറൻസ് ഹാഫ് ഷെയ്ഡ് ഡിവൈസിൻ്റെ പകുതി സെമി സർക്കുലർ പാർട്ടാണ്. ADB എന്ന് പറയുന്ന ഗ്ലാസ്സുമാണ്. AB എന്ന് പറയുന്നതായിരിക്കും ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. The thickness of quartz plate is such that it introduces a phase difference of 180 between the E ray and O ray passing through it, and hence it is called half wave plate. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന E റേയും O റേയും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഹാഫ് വേവ് പ്ലേറ്റ് നമ്മൾ വിളിക്കുന്നുണ്ട് ഇതിനെ.
The thickness of the glass plate എന്നാണ് ഈ ഭാഗം. Glass plate is such that it transmit or absorb the same amount of the light as done by quartz half wave plate. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അബ്സോർവ് ചെയ്യുന്ന സെയിം എമൗണ്ട് തന്നെയാണ് ഗ്ലാസ് പ്ലേറ്റും എന്ന് ഉറപ്പ് വരുന്ന രൂപത്തിലാണ് ഗ്ലാസ് പ്ലേറ്റിന്റെ തിക്നെസ് നമ്മൾ കാണുന്നത്. 1/2 of the incident plane polarized light is allowed to fall on the half shade normal. ഇത് നേരെ നോർമൽ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് വീഴുന്ന രീതിയിലാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പകുതി എന്ത് ചെയ്യും ഇൻസിഡന്റിന്റെ പാസസ് ത്രൂ ക്വാർട്സ് പ്ലേറ്റ് ACB ആൻഡ് അതർ ഹാഫ് ത്രൂ ദ ഗ്ലാസ് പ്ലേറ്റ് A. പകുതി ക്വാർട്സിലൂടെയും പകുതി നോർമൽ ആണല്ലോ, പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ വരുന്നത്, അപ്പം ഗ്ലാസ്സിലൂടെയും കടന്നു പോകും. The plane polarized light incident normally on the half shade plate has a vibration along OP. OP-ലൂടെയാണ് ഇതിന്റെ വൈബ്രേഷൻസ് വരുന്നത് ഗ്ലാസ്സിൽ വരുന്നത്. On passing through the glass, half the vibration will remain along OP. ഗ്ലാസ്സിലൂടെ കടന്നു പോകുന്ന പ്ലെയിൻ എന്ത് ചെയ്യും OP കൂടെ തന്നെ കടന്നു പോകും. ആ വൈബ്രേഷൻ വിൽ റിമെയിൻ അലോങ് OP. ബട്ട് ഓൺ പാസിംഗ് ത്രൂ ദ കോർഡ്സ് ഹാഫ് എന്ത് ചെയ്യും, ഈ കോർഡ്സിലൂടെ കടന്നു പോകുന്ന പകുതി എന്ത് ചെയ്യും, ദ വൈബ്രേഷൻ വിൽ സ്പ്ലിറ്റ് ഇൻ ടു E റേയും O റേയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിൽ വരുന്നത് ഇത് അങ്ങനെ അങ്ങ് കടന്നു പോകും, ഇതിൽ വരുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദ O വൈബ്രേഷൻ ആർ അലോങ് OD, E വൈബ്രേഷൻ അലോങ് OA. OD-യിലൂടെയാണ് ഏത് O വൈബ്രേഷൻ. ഇനി E റേ കടന്നു പോകുന്നതിലാണ് OA-യിലൂടെയാണ്. അപ്പോൾ 90 ഡിഗ്രി ആണ് തമ്മിലുള്ള സെപ്പറേഷൻ വരുന്നത്. ഇനി ഹാഫ് വേവ് പ്ലേറ്റ് ഇൻട്രൊഡ്യൂസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 180 ബിറ്റ്വീൻ ടു വൈബ്രേഷൻ. ഈ രണ്ട് വൈബ്രേഷൻ തമ്മിൽ 180 ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് എന്താ, ദ വൈബ്രേഷൻ OA വിൽ അക്കർ അലോങ് OC-യിലൂടെ കടന്നു പോകും. കണ്ടോ, OD-ക്ക് പകരത് OC-യിലേക്ക് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. The vibration of OA will occur along OC instead of OD on emerging from plate. അപ്പോൾ പ്ലേറ്റിൽ നിന്ന് കടന്നു പോകുമ്പോൾ OD-ലൂടെയാണ്, OD-ക്ക് വരെ OC-ലൂടെയാണ് പാസ് ചെയ്യുക. Whereas the vibration of beam emerging from glass plate will be along OP ആയിരിക്കും. ഗ്ലാസ് പ്ലേറ്റ് എന്നുള്ള OP കൂടെ തന്നെ ആയിരിക്കും. ഇൻ ഇഫക്റ്റ് ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, the half wave plate turn the plane of the polarization of incident light through an angle 2 theta. OP റിസൾട്ടന്റ് OQ ആയിരിക്കും. അപ്പോൾ OP-യിൽ നിന്നും അത് 2 തീറ്റ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ആയിരിക്കും ലൈറ്റ് എമർജ് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഹാഫ് ലൈറ്റിൽ നിന്ന്. If the principal plane of the Nicol prism N2 is aligned parallel to OP, OP-ക്ക് പാരലൽ ആണ് N2 എന്ന് കരുതുക അനലൈസർ. The plane polarized light emerging from the glass tube will pass through glass plate of the half shaded plate and that appear bright. അപ്പോൾ ഗ്ലാസ് പ്ലേറ്റ് അപ്പിയർ ആയിട്ട് ബ്രൈറ്റർ ആയിട്ട് നമുക്ക് തോന്നും, കാരണം എന്താ, ഗ്ലാസ് പ്ലേറ്റിലൂടെ ഉള്ളത് നേരെ അങ്ങ് പാസ് ചെയ്യും. On the other hand, light coming out of the quartz plate is partially obstructed and the corresponding field view appear less bright. അപ്പോൾ അതേ സമയത്ത് ക്വാർട്സിലൂടെ വരുന്ന എന്ത് ചെയ്യുന്നു, പാർഷ്യലി ഒബ്സ്ട്രക്റ്റ് ആയിട്ടും കുറച്ച് തടയപ്പെടും. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അത് നമുക്ക് മങ്ങിയതായിട്ട് തോന്നും. ഇനി if the principal plane of the N2 is parallel to OQ ആണെന്ന് എഴുതുക, the quartz will appear brighter. അപ്പോൾ ക്വാർട്സ് എന്ന് വരുന്ന ലൈറ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവും. ക്വാർട്സ് നമുക്ക് ബ്രൈറ്റർ ആയിട്ട് അനുഭവപ്പെടും ഗ്ലാസിനേക്കാൾ. Thus the two half of the plate are unequally illuminated. ഒന്നുകിൽ ക്വാർട്സ് ബ്രൈറ്റ് അല്ലെങ്കിൽ ഏത് ബ്രൈറ്റ്, നമ്മുടെ ഗ്ലാസ് ബ്രൈറ്റ്. ഇനി when the principal plane of the N2 is parallel to AB ആണെങ്കിലോ the two half appear equally bright, and when it is parallel to CD the two half are equally dark. CD-ക്ക് പാരലൽ ആണെങ്കിൽ ഡാർക്ക് ആയിരിക്കും, AB-ക്ക് പാരലൽ ആണെങ്കിൽ ബ്രൈറ്റ് ആയിരിക്കും. This mechanism will ensure as to make the two Nicol prism at crossed position. ഇത് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈക്വൽ ഡാർക്ക് ആവുന്ന വരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും. ആ ഫിക്സേഷൻ ആണ് നമ്മൾ എക്സ്പെരിമെന്റിൽ ഫസ്റ്റ് റെഫറൻസ് പോയിന്റ് ആക്കി എടുക്കുന്നത്, θ1 ആക്കി നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ
The analyzer is again rotated until both half of the half shade plate become equally dark. അതാണ് നമ്മൾ പറഞ്ഞത് തീറ്റയാക്കി എടുക്കുന്നത്. The reading on the circular scale is not less theta 2. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പുതിയ ഡാർക്കിലേക്ക്, അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, വ്യത്യാസമായിട്ട് വരും. നമ്മൾ ലുക്കിംഗ് ത്രൂ ദ ഐ പീസ്, ദ അനലൈസർ ഈസ് റൊട്ടേറ്റഡ് അണ്ടിൽ ബോത്ത് ഹാഫ് ഓഫ് ദ ഹാഫ് ഷെയ്ഡഡ് ആർ ഈക്വലി ഡാർക്ക് ആക്കുക. ദ റീഡിംഗ് ഓൺ ദ സർക്കുലർ സ്കെയിൽ ഓഫ് ദ അനലൈസർ ഈസ് നോട്ട് ആസ് θ1 ആക്കി എടുക്കുക. അറ്റ് ദിസ് പൊസിഷൻ ദ ടു പ്രിസം ആർ ക്രോസ്ഡ് നമ്മൾ പറഞ്ഞു. അതാണ് നമ്മൾ നേരത്തെ ഹാഫ് ഷെയ്ഡഡ് പ്ലേറ്റ് കൊണ്ടുള്ള മെത്തേഡ് തിയറി നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യുക, നൗ ദ ഗ്ലാസ് ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത്, അപ്പോൾ θ1 നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചത്. ഇനി now the glass tube is filled with the given solution whose specific rotation is to be determined. അതിൽ ഫില്ല് ചെയ്യുക. when viewed through the eyepiece, ഇപ്പോൾ നമ്മൾ ഈ θ1 വെച്ചിട്ട് ഐപീസിലൂടെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സൊല്യൂഷൻസ് നമ്മൾ ഫില്ല് ചെയ്തത് കൊണ്ട് ഇതിന് വീണ്ടും ഇതിൻ്റെ ഈ നമ്മൾ വെച്ച ഈ ക്രോസ്ഡ് പൊസിഷനിലുള്ള ഈ ഡാർക്ക്നെസ്സിൽ വ്യത്യാസം വരും. ടു ഹാഫ് എന്തായി മാറും, പാർഷ്യലി ബ്രൈറ്റ്നെസ്സിൻ്റെ ഡിഫറൻസ് കാണിക്കും. The half shade plate is found to be partially illuminated. ഒരു ഭാഗം തെളിച്ചം കൂടുതൽ, ഒരു ഭാഗം കുറവായിട്ട് വീണ്ടും കാണാം. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്ത്, അനലൈസർ ആയിരുന്ന രണ്ടാമത്തെ N2 നിക്കോൾ പ്രിസം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഏതുവരെ, ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് ബിക്കം ഈക്വലി ഡാർക്ക് ആവുന്ന വരെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ദ റീഡിംഗ് ഓൺ ദ സർക്കുലർ സ്കെയിൽ നാവും നേരത്തെ θ1 ആയിരുന്നു, നമ്മൾ കറക്റ്റ് ഒരു ആംഗിൾ പൊസിഷനിലേക്ക് പോയല്ലോ, ആ ആംഗിൾ പൊസിഷൻ നമ്മൾ θ2 എന്ന് എടുക്കുക. ഇനി θ1ൻ്റെയും θ2ൻ്റെയും ഡിഫറൻസ് ആണ് നമ്മൾ ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ ആക്കി എടുക്കുന്നത് ഓഫ് ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. ഇതാണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഉണ്ടായ റൊട്ടേഷൻസ് തീറ്റ. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടി. ഇനിയോ ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനിൽ ഫില്ല് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആംഗിൾ ഇതേപോലെ ആദ്യം നമ്മൾ സൊല്യൂഷൻസ് ഇല്ലാതെ നമ്മൾക്ക് ആംഗിളിലേക്ക് വരിക, പിന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ θ2 കാണാം, ഡിഫറൻസ് കാണാം. ഇവിടെ നമ്മൾ റെഫറൻസ് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ സൊല്യൂഷൻസ് കോൺസെൻട്രേഷൻ മാറ്റുകയാണെങ്കിൽ θ1 അതിൻ്റെ ഫിക്സ് ചെയ്താൽ മതി. അതേ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ θ2 മാറി ഇങ്ങനെ വരും, എന്നിട്ട് θ1 മൈനസ് θ2 കണ്ടാൽ മതി. നേരത്തെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നില്ല. ഇനി ഇവിടെ നമ്മൾ ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് ഈ θ/c വാല്യൂ നമ്മൾ കാണുന്നത്. അതിന് വേണ്ടി നമ്മൾ ഡിഫറൻറ്റ് തീറ്റയും ഡിഫറൻറ്റ് സിയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. എസ് കാണാനാണെങ്കിൽ കോൺസെൻട്രേഷൻ നമ്മൾ ഇത്ര എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് എക്സ്പെരിമെൻറ്റിൽ സാമ്പിൾസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറൻറ്റ് തീറ്റയും ഡിഫറൻറ്റ് കോൺസെൻട്രേഷൻ നമുക്കറിയാം, അതനുസരിച്ചുള്ള തീറ്റയും നമ്മൾ കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് ഐഡിയലി കറക്റ്റ് ആണ് എങ്കിൽ ഇങ്ങനെ സ്ട്രേറ്റ് ലൈനാണ് നമുക്ക് കിട്ടുക. ആ സ്ലൈറ്റിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കണ്ട θ/c എന്ന് കിട്ടും. ചേഞ്ച് ഇൻ y വാല്യൂ ഡിവൈഡ് ബൈ x വാല്യൂ, θ/c നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, S is equal to 10 into θ divided by L into c എന്നുള്ള സ്പെസിഫിക് റൊട്ടേഷണൽ ഇക്വേഷൻസ് നമ്മൾ കാണാതെ തീറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്, എസ് നമ്മൾ എടുത്തിട്ടുണ്ട്. L എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിൻ്റെ ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്താൽ മതി. അത് ഓൾറെഡി സാധാരണ നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്നത് ഇത്ര മീറ്റർ സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിൻ്റെ ലെങ്ത്ത് ഫിക്സ്ഡ് ആണ്, അത് ഉപയോഗിച്ച് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് നമ്മളതിൻ്റെ മെത്തേഡായിട്ട് നമ്മൾ പറയുന്നത്.